കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. ദോഹയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നും 1 കിലോയിലധികം സ്വർണം പിടികൂടി. 4 ക്യാപ്സൂളുകളായി 1123 ഗ്രാം സ്വർണമാണ് കടത്തിയത്. സംഭവത്തിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ടി ജംഷീറിനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. അപകടമുണ്ടായത് രാവിലെ 7:30. പരിക്കേറ്റ തേലപ്പിള്ളി സ്വദേശി ഷൈജുവിനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ യു വേണുഗോപൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 1995 കുസൃതിക്കുറുപ്പായിരുന്നു ആദ്യ ചിത്രം. സംസ്കാരം ഇന്ന് രാത്രി 8:30 വീട്ടുവളപ്പിൽ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും UDF പെരുമ്പാവൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ MB അബ്ദുൾ ഖാദർ നിര്യാതനായി. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കടന്തറ മഹൽ ഖബർസ്ഥാനിൽ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അമൽ ഷാജിയാണ് മരിച്ചത്. സ്കൂട്ടർ ലോറിയിലിടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസും നൈറ്റിൻഗേൾ കോളേജ് ഓഫ് നഴ്സിംഗും ചേർന്ന് ലഹരിവിരുദ്ധ സന്ദേശവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിലും സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശ പരിപാടികൾ നടത്തും. പാലക്കാട് മണലൂർ വില്ലേജ് ഓഫീസ് ശോചനീയാവസ്ഥയിൽ. ഓഫീസിലെ ഫയലുകളും വാതിലുകളും ചിതലരിച്ച നിലയിൽ. കാടുമൂടിയ ഓഫീസിൽ പാമ്പുശല്യവും രൂക്ഷം. നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ യോഗ പരിശീലനം നടത്തി.